രാജ്യത്ത് വർഗീയത പ്രചരിപ്പിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിന്റെ മതേതര മനസ്സിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാട്ടൂൽ യുവജന കലാസമിതി കാവിലെപ്പറമ്പിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. തങ്ങളുടെ ഭരണപരാജയം മറച്ചുവെക്കാൻ വർഗീയ നയം സ്വീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യൻ ഭരണഘടന പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം തുടർന്നുവരുന്നതെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. രഘുപതി രാഘവ രാജാറാം അറിയാതെ മഹാത്മാഗാന്ധി എങ്ങനെ വരുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന മ്യൂസിക് രഘുപതി രാഘവ രാജാറാം. ആ രഘുപതി രാഘവ രാജാറാമിൽ പാടിയപ്പോൾ ഒരു പ്രശ്നമില്ല, കയ്യിലടിച്ചു. അതിൽ വേറൊരു വരി വന്നപ്പം മുൻ കേന്ദ്രമന്ത്രി അശ്വിനി ചൗബെ എഴുന്നേറ്റ് പറഞ്ഞു, ഓഫാക്കട മൈക്ക്. ആരോട്? പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ദേവിയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പാട്ട് നിർത്തണം. എന്താ നിർത്താൻ കാരണം എന്നറിയാം? മൈക്രോഫോൺ ഓഫാക്കി. ഞാനിപ്പോ പ്രസംഗിക്കുന്ന മൈക്ക. അശ്വിനി ചൗബെ എന്ന മുൻ കേന്ദ്രമന്ത്രി എഴുന്നേറ്റെന്ന് പറഞ്ഞു, മൈക്ക് ഓഫാക്കണം. എന്താണ് മഹാത്മാഗാന്ധിയുടെ പാട്ടിലെ ഭജനത്തിൽ, മഹാത്മാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഭജനത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയ വരി ഏതാണെന്നറിയോ? അവർക്ക് ഇഷ്ടപ്പെടാതെ പോയ വരി ഈശ്വർ അല്ലാ തേരേ നാം. ഈശ്വരൻ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ അല്ല വന്ന പറഞ്ഞു അതിവിടെ പറയാൻ പറ്റില്ല. ഈശ്വർ അല്ലാ തേരേ നാം. അല്ല എന്ന വാക്ക് ദേവി എന്ന ബീഹാറിലെ പാറ്റ്നയിലെ ലോകമറിയപ്പെടുന്ന ഫോക്ക് സിംഗർ ഈശ്വർ അല്ലാ തേരേ നാം എന്ന് പറഞ്ഞപ്പം അല്ല പറയാൻ പറ്റൂല. മൈക്ക് ഓഫാക്കിച്ചു. എന്നിട്ടോ മൈക്ക് ഓഫാക്കിച്ചുകൊണ്ട് ദേവിയെ കൊണ്ട് പറഞ്ഞു, ജയ് ശ്രീറാം. ലൈബ്രറിയുടെ ഉദ്ഘാടനം മുൻ MLA TV രാജേഷും നിർവഹിച്ചു. M വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. PV പ്രദീപൻ, CH ഗൈറോണിസ, M മോഹനൻ, K പ്രജീഷ്, V രാജേഷ്, K ശ്രീനിവാസൻ, T രാജീവൻ, V മുകുന്ദൻ, K ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.